വചനോദയം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. വചന വിചിന്തനം. ക്രിസ്തീയ വിശ്വാസം, യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, കത്തോലിക്ക സഭയുടെ അടിത്തറയ്ക്കുള്ളിൽ വിശുദ്ധ പത്രോസിനുള്ള സ്ഥാനം എന്നിവയെക്കുറിച്ചുള്ള സത്യങ്ങൾ അനാവരണം ചെയ്യുന്ന വചനഭാഗമാണ് ഇന്നത്തേത്. അന്ധമായ വിശ്വാസങ്ങളാൽ സമ്പന്നമായ കേസറിയ ഫിലിപ്പി പ്രദേശത്ത് വച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നത്? ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ നൽകിലും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി പത്രോസ് പറയുന്നു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസിൻ്റെ ഈ ഉത്തരം തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറി. പത്രോസിന് യേശുവിൽ നിന്ന് അഭിനന്ദനങ്ങളും പ്രധാന ഉത്തരവാദിത്വവും സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളും ലഭിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെ ഈ ഏറ്റുപറച്ചിൽ വിശ്വാസികളായ നമുക്ക് ഒരു മാതൃകയാണ്. യേശുവിനെ അനുദിനം ക്രിസ്തുവും ദൈവപുത്രനുമായി അംഗീകരിക്കുവാനും ഏറ്റുപറയുവാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. വിശ്വാസത്തോടെ ദൈവത്തോടൊപ്പം നടക്കുന്ന നാം ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിയണം. അപ്പോൾ നാം നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും. ഇപ്രകാരമുള്ള വിശ്വാസത്തോടെ ചെയ്യുന്നവയെല്ലാം അധികാരികത നിറഞ്ഞതായിരിക്കും. എല്ലാ ജീവിത സാഹചര്യങ്ങളിലും യേശുവിനെ അനുഗമിച്ച് ഭൂമിയിൽ ദൈവരാജ്യം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ.